എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ മഹേഷ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് മോളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്കുള്ളത് മോളോട് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ചിപ്പിമോട് പറയുന്നത് ഞാനല്ലല്ലോ കൊടുക്കണ്ടേ, ഡാഡിയല്ലേ കൊടുക്കണ്ടേ, ഡാഡി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഇഷിതയാണ് ഇതകത്ത് നിന്നെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, മഹേഷ് പറയും ഞാനിത് കൊടുക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ വാങ്ങത്തില്ല, അതെനിക്ക് സങ്കടമാകും, അതുകൊണ്ട് മോള് തന്നെ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ചിപ്പി പറയുന്നില്ല, അമ്മ അകത്തോണ്ട് പോയി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അതിനും മഹേഷ് പറയുന്നു, നിങ്ങളെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു, ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പോയതാണ്, പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നെന്ന് പറയുന്നു. അപ്പോൾ അകത്ത് നിന്ന് ഇഷിതയും സ്വയം ഇങ്ങനെ പറയുകയാണ്, എനിക്കും മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു വയ്ക്കുന്ന സമയത്ത് ഇഷിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം മോളോട് മഹേഷ് പറയും കൊടുക്കുന്നു പറയാം. അങ്ങനെ ചിപ്പി മോളെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇഷിത പറയും മോളത് അകത്തേക്ക് വെച്ചോളാൻ പറയും. അങ്ങനെ ചിപ്പി കൊണ്ടുപോയി അത് അകത്ത് വയ്ക്കുകയാണ്. എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ടെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് പോയി ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയിട്ട് ഒരു വാച്ചാണ്. അപ്പം ഇഷിതയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. മഹേഷിന് എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ, അങ്ങനെയൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ്. അപ്പം മഹേഷാണിത് പുറത്തു നിന്നെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് മഹേഷ് നൈസായിട്ട് പോവുകയാണ്. അങ്ങനെ ഇഷിത അതെല്ലാം അടച്ചു വെച്ച് ആ ഗിഫ്റ്റ് തൊട്ടിട്ടേ ഇല്ല എന്ന രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ മഹേഷ് കയറി വരുന്നു. മഹേഷ് കയറി വന്നിട്ട് ആ ഗിഫ്റ്റ് എടുത്ത് ഇഷിതയ്ക്ക് നേരെ നീട്ടുന്നു. ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റല്ലേ വാങ്ങാൻ പറയുന്നു. ഈ ഗിഫ്റ്റിനെ പോലും ഇങ്ങനെ ഇത് ചെയ്യരുതെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇഷിത പറയും വാങ്ങിക്കാം. അപ്പോൾ മഹേഷ് പറയും തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, വാങ്ങിയാൽ മതി എന്ന് പറയും. അങ്ങനെ ഇത് വാങ്ങിയിട്ട് ഇഷിത അവിടെ വയ്ക്കുകയാണ്. അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് പിന്നീട് ഇഷിതയും മഹേഷും കിടക്കുന്ന സമയത്ത് മോള് വന്ന് ഡോറിൽ തട്ടുകയാണ്. മോളും കൂടെ വരുന്നു. അങ്ങനെ ചിപ്പിയോട് പറഞ്ഞാൽ നിങ്ങളുടെ നടുക്ക് കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നു. അങ്ങനെ നടുക്ക് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചിപ്പിമോൾ പതുക്കെ എഴുന്നേറ്റിട്ട് ഇവരുടെ 2 കൈയും കൂട്ടി ചേർത്ത് വെച്ചിട്ട് ചിപ്പിമോൾ അങ്ങ് എണീറ്റ് പോകും. അപ്പോൾ ഇവർ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. പിന്നീട് നമ്മുടെ പ്രിയാമണിയും ആഷും കൂടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നു. വേറെ ആരെങ്കിലും ആഷുവിൻ്റെ കോളായിരുന്നു. അങ്ങനെ അവരെടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ ആഷു ഇങ്ങനെ കൈലാസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ ആ ഗ്രഹനില എടുത്ത് നോക്കാൻ പറയുന്നു. അത് കൈലാസ് മാറ്റിയതായിരിക്കും, അച്ഛനൊന്ന് എടുത്ത് നോക്കാൻ പറയുന്നു. അങ്ങനെ ആഷു പോയി എടുത്ത് നോക്കുമ്പോഴത്തേനും ശരിയാണ്, അത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പം ആഷു പറയുന്നു ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം നമ്മുടെ പ്രിയാമണി പറയുന്നു ഇപ്പോഴൊന്നും ചെയ്യേണ്ട, നമ്മുടെ പിള്ളേരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ആകാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആകാശ് മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയ സമയത്ത് അയാൾ ആകാശിനെ എന്താ പറയുക ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ വിനോദിനോട് അങ്ങനെ ചെയ്ത്, ചീപ്പ് പരിപാടിയായി പോയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു അവൻ്റെ കല്യാണം നടക്കത്തില്ല, ഗ്രഹനില മാറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അന്നേരം അയാൾ പറയുന്നു നമുക്ക് നോക്കാം എന്തായാലും എന്നുള്ള രീതിയിൽ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആഷു അവർ രാവിലെ ആയി ഇങ്ങനെ എഴുന്നേറ്റ് ആഷു നോക്കുമ്പോഴത്തേനും മഹേഷിൻ്റെ കൈ തൻ്റെ കൈക്കുള്ള. അങ്ങനെ 2 പേരും കിടന്ന് അടിയാണ്. മഹേഷ് എന്തിനു തൊട്ടു എന്നെ, ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മഹേഷ് പറഞ്ഞു ഞാനെന്താ അത്രയും വൃത്തികെട്ടവനാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പക്ഷേ ഇഷിത അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹേഷ് എന്തോ പറയുന്ന സമയത്ത് ഇഷിത ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഈ 3 പേരുടെ, നമ്മുടെ ആഷുവും ഇഷിതയും സുചിത്രയും കൂടി കൈലാസിനെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ്. അതുപോലെ ഇഷിത പറഞ്ഞു വിട്ട ഒരു പെൺകുട്ടിയൊക്കെ അകത്ത് കയറുന്നൊക്കെയുണ്ട്. അങ്ങനെ അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.